അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാവോ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിയായില്ലെങ്കിൽ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണം, നിന്നെ ആരും അവിടെ കെട്ടിയിടുകയൊന്നുമില്ലല്ലോ, അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ അടുത്തേക്ക് വന്നോ എന്നൊക്കെ അങ്ങനെ അവർ കുളത്തൂർപ്പുഴയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തിയെ മനു നെടുമ്പുരയ്ക്കൽ ചെന്ന് ആക്കുന്നുണ്ട്. ആക്കിയിട്ട് ഇനി ഇത് എൻ്റെ വീടാണ്, അലീനയില്ലാത്ത വീടാണ്, ഇനി എൻ്റെ ഭരണമാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം മനുവിന് അത് തീരെ ഇഷ്ടപ്പെടാതെ ഇനി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നീ പുച്ഛിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം അലീന ഇല്ലാത്തതുകൊണ്ട് നിനക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആൻറ്റിയെ ഇവിടെ ആക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ അത് ചെയ്തു, അകത്തേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രോഹി ബാഗ് എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തും ചാടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വൈജയന്തി. എൻ്റെ വിശേഷമൊന്നും അന്വേഷിക്കുന്നില്ല, നേരെ ലഗേജ് എടുക്കാനാണല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ബബിയുടെ അടുത്തും കൃഷ്ണേൻ്റെ അടുത്തും ഒക്കെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി റൂമൊക്കെ നോക്കുന്നുണ്ട്, അടുക്കളയിലും എല്ലാം പോയി നോക്കുന്നുണ്ട്. ടി വി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പണി മുടക്കിയിരിക്കുകയാണ്, ഓണാക്കിയാലല്ലേ അത് ഓണാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തർക്കുത്തരം പറയുന്നുണ്ട്. നിനക്കെന്താ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോടും ചാടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ഇത് എൻ്റെ വീടായത്, ഇനി മുതൽ എൻ്റെ ഭരണം മാത്രമായിരിക്കും, ഇതുവരെ അലീനയുടെ ഭരണമായിരുന്നല്ലോ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അവൾ എന്ത് ഭരിച്ചു എന്നാണ് ആൻറ്റി പറയുന്നത്, നിങ്ങളുടെ മക്കൾക്ക് വെച്ചും വിളമ്പിയും ഇവിടെ വീട് വൃത്തിയാക്കിയിട്ടും ഇരുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ വീടിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് പോയിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്കറിയാം നിനക്ക് അവളെ പറഞ്ഞാൽ പൊള്ളുന്നുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് മനു പോകുന്നുണ്ട്. അങ്ങനെ അലീനയുടെ റൂം തുറക്കാൻ നിൽക്കുമ്പോൾ ബബിതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ലോക്ക്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, അത് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അറിയില്ല അത് ലോക്ക്ഡ് ആണോ അല്ലയോ എന്നുള്ളത്, പിന്നെ എന്തിനാ എന്നെ വിളിച്ച് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബബി പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ, അപ്പോൾ നീ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പം കൃഷ്ണമോൾ വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി വെറുതെ വഴക്കുണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് റൂം തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൂമിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കുന്നുണ്ട്, അവളുടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ അതിനെടുത്ത് കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഒരു കുറവും ഉണ്ടാകരുത്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവണം, അവർക്ക് ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വേലക്കാരുടെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം, ഇനി നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരെ, വേറൊരാളുടെ ഇഷ്ടവും കൂടി നോക്കണം ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രനും അലീനയും കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ പണിക്ക് നിൽക്കുന്ന ആൾ കണ്ടത് മൂടിപ്പോയി സ്റ്റാൻലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പാലിൽ നിന്ന് നേരത്തെ വന്ന ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാരി എടുത്ത പെൺകുട്ടി കൂടി ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവരെ അകത്തേക്ക് കൂട്ടിയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വിട്ടാക്കുന്നുണ്ട്. അങ്ങനെ അവരോട് പോയിട്ട് പറയുന്നുണ്ട്, സാർ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ അലീനയും വിളിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് നായ്ക്കളെയും അലീന കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ വിഷമത്തോടെ ഉള്ളിലേക്ക് കയറിപ്പോവാണ്. കയറിപ്പോയതും സ്റ്റാലിനെ കണ്ടതും അവളിങ്ങനെ ഞെട്ടുന്നുണ്ട്. നേരത്തെ വീട്ടിൽ വന്ന ആളല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് നേരം വൈകി എന്ന് പറയുന്നുണ്ട്. അലീനയും സ്റ്റാൻലിയും വളരെ വിഷമത്തോടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.